പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലതരം കൃഷി രീതികൾ, ഞാറ്റുവേല, ഇന്ത്യൻ ഹരിത വിപ്ലവം, ഇന്ത്യൻ ധവള വിപ്ലവം എന്നിവയെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിസികൾച്ചർ എന്ന് പറയുന്നത് മത്സ്യകൃഷിയെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. ഏവി കൾച്ചർ എന്ന് പറഞ്ഞത് പക്ഷി വളർത്തൽ. ഫ്ലോറികൾച്ചർ അലങ്കാര സസ്യകൃഷി. വെർമികൾച്ചർ മണ്ണിര കൃഷി. സെറികൾച്ചർ പട്ടുനൂൽ കൃഷി. വിറ്റികൾച്ചർ മുന്തിരി കൃഷി. കൂണികൾച്ചർ മുയൽ വളർത്തൽ. മോറികൾച്ചർ മൾബറി കൃഷി. ഒലേറികൾച്ചർ പച്ചക്കറി കൃഷി. മാരികൾച്ചർ കടൽ മത്സ്യകൃഷി. എപ്പികൾച്ചർ തേനീച്ച വളർത്തൽ. ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി കൃഷി. മഷ്റൂം കൾച്ചർ കൂൺ കൃഷി. സിവികൾച്ചർ വനസസ്യങ്ങൾ, വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണം. അടുത്തത് ഞാറ്റുവേല. ഞാറ്റുവേലയുടെ കാലയളവ് 13 ദിവസം മുതൽ 14 ദിവസം വരെയാണ്. ഓരോ ഞാറ്റുവേലയ്ക്കും ഏകദേശം 2 ആഴ്ച ദൈർഘ്യമുണ്ട്. ആദ്യ ഞാറ്റുവേലയെ അശ്വതി എന്ന് പറയുന്നു. ഒരു വർഷത്തിൽ എത്ര ഞാറ്റുവേലയുണ്ട്? 27 ഞാറ്റുവേലകൾ. തിരുവാതിര ഞാറ്റുവേല കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് കുരുമുളക്. തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലായിരിക്കും? മിഥുനം. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കേരളീയരുടെ വിളവിറക്ക് ആഘോഷം വിഷുവിനാണ്, വിളവെടുപ്പ് ഓണത്തിന്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, കേരളീയരുടെ വിളവിറക്ക് ആഘോഷം വിഷുവിന്, വിളവെടുപ്പ് ഓണത്തിന്. വയനാട്ടിലെ പ്രധാന സുഗന്ധ നെല്ലിനങ്ങൾ ഗന്ധകശാല, ജീരകശാല. പാകമാകുമ്പോൾ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം ആവശ്യമുള്ള നെല്ലിനമാണ് ഞവര. നെൽകൃഷിയുടെ രീതികൾ: വിരിപ്പ് കൃഷി, മുണ്ടകൻ കൃഷി, പുഞ്ചകൃഷി. അടുത്തിടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത പുതിയ നെല്ലിനമാണ് മിഥില. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ 1-ാം ഘട്ടം. അടുത്തത് ഇന്ത്യൻ ഹരിത വിപ്ലവം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെടുന്നതാണ് സി സുബ്രഹ്മണ്യൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് ആരാന്ന് വെച്ചാൽ എന്താണ്? സി സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്നു ആര്? സി സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാലും, ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയ പിതാവ് ആരാന്ന് ചോദിച്ചാലും സി സുബ്രഹ്മണ്യം തന്നെയാണ് ആൻസർ. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് 1970 ആവിഷ്കരിച്ച ഗ്രാമീണ വികസന പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൽ 1970 ആവിഷ്കരിച്ച ഗ്രാമീണ വികസന പദ്ധതിയാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യമാണ് ഗോതമ്പ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പിനങ്ങൾ കല്യാൺ സോന, സോനാലിക. ഏതൊക്കെയാണ്? കല്യാൺ സോന, സോനാലിക. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങളാണ് കല്യാൺ സോന, സോനാലിക. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോങ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം ഗൗഡ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം ഗൗഡ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ 1-ാം ഘട്ടമാണ് 1965 മുതൽ 75 വരെയുള്ള 10 വർഷക്കാലം. ഹരിത വിപ്ലവത്തിൻ്റെ 1-ാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിന്നിരുന്ന പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു.
ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ഒന്നുകൂടി വായിക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിന്നിരുന്ന പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ പരിമിതപ്പെട്ടു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ശരിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം എന്നറിയപ്പെടുന്നത് 1975 മുതൽ 85 വരെയുള്ള 10 വർഷക്കാലമാണ്. അപ്പോൾ ഒന്നും കൂടി ഓർക്കാം. 1965 മുതൽ 75 വരെയുള്ള 10 വർഷ കാലഘട്ടമാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് 75 മുതൽ 85 വരെയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതിക വിദ്യയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ വൈവിധ്യമുള്ള വിളകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ശരിയാണ്. ഒന്നുകൂടി വായിക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതിക വിദ്യയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ വൈവിധ്യമുള്ള വിളകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രസ്താവന ശരിയാണ്. അടുത്തത് ഇന്ത്യൻ ധവള വിപ്ലവം, വൈറ്റ് റവല്യൂഷൻ. ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ലക്ഷ്യങ്ങൾ പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഇടനിലക്കാരെ ഒഴിവാക്കി ഉൽപാദകരെയും ഉപഭോക്താവിനെയും നേരിട്ട് ബന്ധപ്പെടുത്തുക, വർഷം മുഴുവൻ ഉൽപാദകർക്ക് ഒരു നിശ്ചിത വരുമാനം ഉറപ്പുവരുത്തുക. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ ലക്ഷ്യങ്ങൾ പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഇടനിലക്കാരെ ഒഴിവാക്കി ഉൽപാദകരെയും ഉപഭോക്താവിനെയും നേരിട്ട് ബന്ധപ്പെടുത്തുക, വർഷം മുഴുവൻ ഉൽപാദകർക്ക് ഒരു നിശ്ചിത വരുമാനം ഉറപ്പുവരുത്തുക. ഗുജറാത്തിലെ ആനന്ദ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ ക്ഷീര സഹകരണ സംഘമാണ് അമുൽ. അമുൽ എന്ന് പറഞ്ഞാൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, AMUL. അമുൽ മാതൃക ഗ്രാമീണ വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമുള്ള നൂതനമായ ഒരു മാതൃകയായി മാറുകയും പിന്നീട് ധവള വിപ്ലവം എന്നറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ അമുൽ മാതൃകയാണ് പിന്നീട് ധവള വിപ്ലവം എന്ന് അറിയപ്പെട്ടത്. ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ. വർഗീസ് കുര്യന് മാഗ്സസെ പുരസ്കാരം ലഭിച്ച വർഷം 1963. വർഗീസ് കുര്യൻ രചിച്ച പുസ്തകങ്ങൾ I Too Had a Dream ആൻഡ് അൺഫിനിഷ്ഡ് ഡ്രീം എന്നീ 2 പുസ്തകങ്ങളാണ് വർഗീസ് കുര്യൻ്റെ രചനകൾ. ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെല്ലാം ക്ലാസ്സുകളാണ്, എന്താണ് PSC ആണോ മറ്റേ അല്ലാതെയുള്ള കേന്ദ്ര ഗവൺമെൻറ് പരീക്ഷകളാണോ, അതിൻ്റെ കോച്ചിങ് ആണോ, എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ചിട്ട് ഞാൻ ക്ലാസ് ഇടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.